അത് നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെട്ടാണ് കണ്ടത്. കാരണം റീലിൽ പെടാൻ വേണ്ടി പോയി ചെയ്തതാണ്. കാരണം നമ്മളൊരു പരിപാടിക്ക് പോയിട്ടൊരിത് കാണണമല്ലോ, തെളിവ് വേണമല്ലോ, അല്ലെങ്കിൽ പറയുമല്ലോ 5 ദിവസം വരെ പോയിട്ടില്ലട്ടാ, മനസ്സിലേ. അപ്പോൾ സുരാട്ട കട കൈ കൊടുത്തുകൊണ്ട് എന്തായാലും മറക്കൂല. പിന്നെ അവിടെ പോയിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ അറിയോ ആരാന്ന്? പേരെന്താ? പുള്ളി കാണിച്ചത് ഓക്കെയാണ്. ഞാൻ നമ്മളുടെ ചോദിച്ചപ്പോൾ ടിക്കറ്റ് വന്നു, പക്ഷേ കുറേ പേര് ഷൂട്ട് ചെയ്തിട്ടു. അതിനോട് എനിക്ക് യോജിപ്പില്ല. 1 മില്യനായിട്ട് കയറി ഫുഡ് കയറുന്ന കാര്യങ്ങൾ. കാരണം എനിക്ക് എല്ലാ പ്രസ് മീറ്റ്, ഓഡിയോ ലോഞ്ച്, ടീസർ ലോഞ്ചിനൊക്കെ പോകുമ്പോൾ ഞാൻ വിളിച്ചും പോവും, വിളിക്കാണ്ടും പോവും. ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്, ഒട്ടുമിക്ക ആൾക്കാർ ഫുഡ് കഴിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഷേക്ക് ചെയ്യാൻ കൊടുത്താലോ പരിചയപ്പെടുന്നോ അതോ റീച്ചല്ലേ, ശരിയല്ലേ? അപ്പോൾ അതിനെ മോശമായിട്ട് വല്ലതും കാണുന്നുണ്ടോ? നമ്മൾ കല്യാണ വീട്ടിൽ പോയി നമുക്ക് വിളിക്കാതെ പോലല്ല സിനിമ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരിങ്ങനെ കാണാനും വരുന്നുണ്ടല്ലോ, അറിഞ്ഞട്ടെ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അത് പിന്നെ ഒരുപാട് നടിമാരെ കൂടെ ഇപ്പൊ ഇന്റർവ്യൂസ് എടുക്കുന്ന കാണുന്നുണ്ട്. ഇപ്പൊ താങ്കളുടെ ചാനലിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ഇപ്പൊ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ടല്ലോ. ആങ്കർ ആവാനുള്ളൊരു ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെ, ശരിക്കും നമ്മൾ ഈ റിവ്യൂ മേഖലയിലേക്കും മറ്റേ ആക്ടിങ് മേഖലയിലൊക്കെ തിരിയുന്ന മുമ്പ് തന്നെ എനിക്ക് ഈ TV ഷോ ഒക്കെ വരുമല്ലോ, ശ്രദ്ധിക്കും മുമ്പാനെ. അപ്പോൾ നമ്മൾ ഈ ഐഡിയാസ് ആ സിംഗറിലൊക്കെ രഞ്ജിനി ഹരിദാസൊക്കെ വായിക്കുമ്പോൾ കണ്ടപ്പോഴും ഡെയിൻ ഡേവീസൊക്കെ നമ്മുടെ പരിപാടി ഗുഡപ്പണം, ഡെയിൻ ഡേവീസിൻ്റെ ആങ്കറിങ് ഗുഡപ്പണം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആങ്കർ ആയിക്കൊള്ളാന്ന്. ഇങ്ങനെ എനിക്ക് നിർത്താണ്ട് വർത്താനം പറയാൻ പറ്റും, നമ്മുടെ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുമെന്നൊരു ചിന്തയുണ്ട്. ചാനലിലേക്കും അതങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പോകും, മീഡിയ പറയണേ. അപ്പോൾ അതിനുള്ളൊരു ട്രൈ ആണ് അത് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ മാന്യമായിട്ടും ആൾക്കാരിലേക്ക് എത്താം, അതിനകത്തും നെഗറ്റീവ് പോസിറ്റീവ് വരും. പക്ഷേ നമുക്കിവിടെ ഇത്രയും നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്കൊപ്പം വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. പിന്നെ ചില നടിമാർ മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറയുള്ളൂ, ജീവനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞ നടിമാരെ ചിലർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ചില പുതിമുഖ നടിമാർ എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ. നാളൊരു പെണ്ണ് വന്നിട്ട് നമ്മുടെ ഏതൊരു സിനിമയുടെ ഒരു റിവ്യൂവിൻ്റെ സമയത്ത് വന്നിട്ട് കൈ ഒപ്പി കാണിച്ചു. ഫോക്കസ് മീഡിയയിൽ ഇപ്പോഴും ഉണ്ടെന്നു. ചില ചാനലിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞു. കാരണം ചിലർക്ക് വന്ന് അട്രാക്ഷൻ തോന്നും. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഇന്ദുലേഖയുടെ ഒരു സോപ്പ് അല്ലെങ്കിൽ ലൈബോയ് സോപ്പ് അട്രാക്ഷൻ തോന്നുന്നു, മേടിക്കില്ല നമ്മൾ പരസ്യം കണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ചിലർക്ക് നമ്മളെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭ്രമമുണ്ട്. ആ ഭ്രമം എപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം കൂട്ടം കൂടി ഒന്ന് സെൽഫി എടുക്കുന്നത് ഭയങ്കര ചെറ്റത്തരമാണ്. കാരണം എടുക്കുന്നത് കുഴപ്പമില്ല, വന്ന് ആക്രമിക്കണേ വന്ന്. അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഒരു 1 by 1 ആയിട്ട് ഫോട്ടോ എടുക്കുക. നമുക്ക് ഒരുപാട് ബൗൺസേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ നടക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരോടൊക്കെ നടക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ നടക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം. ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ നടക്കുമ്പോൾ നാദർശിക്ക, രമേശ് പിഷാടിയൊക്കെ കൂടി ഉണ്ടാവില്ല. പൊതുവേ ഇപ്പോൾ ദിലീപേട്ടൻ ഒറ്റയ്ക്ക പരിപാടിക്കൊക്കെ പോകണം. ഇപ്പോൾ ബൗൺസേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ തണി നമ്മൾ നോക്കണം. ദിലീപേട്ടന് നല്ലൊരു ഡ്യൂട്ടിയും തോന്നും. ബൗൺസേഴ്സൊക്കെ ഇടപെട്ടിട്ട് ഒന്നും നാളൊക്കെ വന്നപ്പോഴേ അത് ശരിയല്ല. അതുപോലെ എനിക്കും ലുലുമാള വെച്ചൊരു തെറ്റനുഭവം ഉണ്ടായി, താടിക്കെട്ടൊക്കെ തട്ടി. നമ്മൾ ആരാധന കൊള്ളാം എങ്കിലും നമ്മളെ കിട്ട് വരുന്നത് സ്വഭാവം നിർത്തുക. കാരണം ബസ്സിലാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്യുമ്പോഴും ചില സമയത്ത് പിച്ചുക, വേണ്ടത് തോണ്ടുക, അതൊക്കെ തെറ്റാണ്. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരാൾ കൊലപാതകം ചെയ്തു, പത്രത്തിൽ വന്നു, അദ്ദേഹം ജയിലിൽ പോയി കുറ്റാരോപിതനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫെയിമിൽ നോക്കൂ, അദ്ദേഹം അത്രയും നാൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതേപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായോ? മാനസികമായിട്ടും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ചില സമയത്ത് വരാറുണ്ട്. പിന്നെ തൂങ്ങിക്കച്ചാവേണ്ട അവസ്ഥ വരെ വരാറുണ്ട്, മനസ്സിലായി? അത് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് നമുക്ക് ഒരു ജീവനേ ഉള്ളൂ, ഒരു എന്താ പറയുക ആയുസ്സേ ഉള്ളൂ. അത് ആയുസ്സുള്ളിടത്തോളം കാലം നമ്മൾ ആർക്കും ദോഷമില്ലാത്ത രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സിനിമ റിവ്യൂ പറയുന്നു, അഭിനയിക്കുന്നു, ചില സിനിമയിൽ ആർക്കും തെറ്റിദ്ധരാവാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരാളെ പറ്റി മമ്മൂക്കാൻ്റെ ഇഷ്യൂലാണെങ്കിൽ എൻ്റെ മനസ്സിലുണ്ട് കൈവിട്ടു പോയ ഒരു സംഭവം മനസ്സിലായത്. എന്നെ ഭീഷണിപ്പെടുത്തുക, അത് പിന്നെ അത് മനസ്സിലാക്കിയിട്ടാണ് ഇനി പെരുമാറിയത്. കാരണം നല്ല ലാലേട്ടനെ പറ്റിയും ബാലസാറിനെ പറ്റിയൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് ആൾക്കാർ. എനിക്കൊന്നും പറയാനില്ല കേട്ടോ, ബാലസാർ നല്ലത് നടൻ പോരെ അങ്ങനെ രീതിയിൽ പറഞ്ഞ അവസാനമാണ്. കാരണം എനിക്ക് ആദ്യം കുറച്ച് ഓവറായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു എന്തും പറയാണ്. കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞാൽ അത് അപ്പം തന്നെ ടാപ്പ് ചെയ്യും. ഇപ്പോൾ ഉറക്കത്തിൽ എന്തെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞു എന്തെങ്കിലും നുണ പറഞ്ഞ് പോയാൽ അത് ടാപ്പ് ചെയ്യും. ആ ലോകം അതുകൊണ്ട് തന്നെ ഇനിയും കുറേ ടാപ്പിംഗ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ടാപ്പിംഗ് വന്നാലും അത് തെറ്റാണെന്ന് ധരിക്കുക. ഉറക്കത്തിൽ പിടിച്ചപ്പോൾ എന്തെങ്കിലും പെച്ചും പോയൊക്കെ പറഞ്ഞു പോയതായിരിക്കും ടാപ്പ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്.